ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണല്ലേ. SIR നമ്മളതിനെ ചുരുക്കപ്പേരിൽ നമ്മൾ വിളിക്കും. അപ്പോൾ എന്താണ് SIR? ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ നമ്പർ 324 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കുള്ള അധികാരം നൽകുകയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, പാർലമെന്റ്, സംസ്ഥാന ലെജിസ്ലേറ്റീവ് തെരഞ്ഞെടുപ്പ്, ഈ 4 തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനൊപ്പം നമ്മുടെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് തന്നെയാണ്. അതേപോലെ തന്നെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ 21ാമത്തെ വകുപ്പും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇലക്ട്രൽ പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെയുള്ള അധികാരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു SIR കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുതുതായിട്ട് പേരുകൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ടും വോട്ടർ പട്ടികയിൽ മറ്റുമുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം തിരുത്തുന്നതിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ഡിലീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡിലീഷൻസ് മറ്റും നടത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ വോട്ടർ പട്ടിക കാര്യക്ഷമമായിട്ട് ആക്യുറേറ്റഡായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇലക്ഷൻ നടപടിക്രമങ്ങൾ കൂടുതൽ ആധികാരികമായിട്ട് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ നടപടിക്രമമാണ് SIR എന്ന് പറയുന്നത്. ഇതിനു മുമ്പും നമ്മുടെ രാജ്യത്ത് ഈ SIR പോലെ നടപടിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. 1952-56 ആദ്യത്തെ SIR നടപടിക്രമം നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. 2002 കേരളത്തിൽ അവസാനമായിട്ട് SIR നടക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ ഈ SIR നടക്കുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2002 കേരളത്തിൽ നടന്ന ആ ഒരു SIR അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചതിനകത്ത് നമ്മുടെ പേര് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ BLOമാർ നമ്മുടെ നേരിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ പേരും മറ്റും ചേർക്കുന്നതായിരിക്കും. നമ്മൾ അവരെ തേടി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഡോർ ടു ഡോർ സ്റ്റെപ്പ് നടപടിക്രമമാണ് ഈ SIR എന്ന് പറയുന്നത്. അവർ വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും മറ്റും കാണിച്ചുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് ചേർക്കാവുന്നതാണ്. അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോമും മറ്റും ഫില്ല് ചെയ്യുന്നതുമാണ്. അപ്പോൾ നോക്കി, നമുക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ വോട്ട് ചെയ്യാനുള്ള അവകാശം ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് എന്ന് സുപ്രീം കോടതി തന്നെ പല വിധി പ്രഖ്യാപനങ്ങളും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു SIRൽ നമ്മുടെ പേര് ചേർത്തുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിൽ നമുക്കും ഒരു ഭാഗമാകാവുന്നതാണ്. താങ്ക് യു.